ഇന്ന് 27-ാം തീയതി രാവിലെ 11 മണിക്ക് ബിഷപ്സ് ഹൗസിൽ ഇവിടുത്തെ ജാഗ്രതാ സമിതി കൂടി പൂഞ്ഞാറിൽ സംഭവിച്ച ദുഃഖകരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തു. അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ ആഗതരായിരുന്നു. അവരെല്ലാം അതിൻ്റെ നേർക്കാഴ്ച, അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പങ്കുവച്ചു. പള്ളിയുടെ അങ്കണത്തിൽ സംഭവിച്ച ദുഃഖകരമായ കാര്യത്തിന് പള്ളിയുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടല്ല എന്നുള്ളൊരു സത്യം ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നല്ലവണ്ണം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനൽ ടെൻഡൻസിയോടുകൂടി പള്ളിയങ്കണത്തിൽ വന്ന് ആരാധനയുടെ സമയത്ത് വലിയ അലോസരമുണ്ടാക്കിയ ആളുകൾ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനായിട്ടുള്ളൊരു ശ്രമം നടത്തണം. അത് വന്നിട്ടുള്ള ആളുകളും ഇനിയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവരും തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടണം എന്ന നിർബന്ധത്തോടു കൂടിയാണ് എല്ലാവരും സംസാരിച്ചത്. നാളിതുവരെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ രൂപതയുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല എന്ന വിലയിരുത്തലും ഇവിടെ നടത്തുകയുണ്ടായി. അഭിനന്ദ പിതാവും അതുപോലെ രൂപത മറ്റ് ശുശ്രൂഷ അധികാരങ്ങളിലിരിക്കുന്ന ആളുകളുമെല്ലാം ഈ കാര്യങ്ങളിൽ വലിയ ആത്മസംയമനം പാലിച്ചു എന്ന നല്ലൊരു വിലയിരുത്തലും നടത്തുകയുണ്ടായി. ആ ആത്മസംയമനത്തിൻ്റെ ഫലമായിട്ടാണ് മറ്റു തരത്തിലൊന്നും ക്രിസ്തീയമല്ലാത്ത ഒരു മാർഗത്തിലൂടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരുന്നത് എന്ന ഒരു കാഴ്ചപ്പാട് വന്ന എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു. അതിന് ബന്ധപ്പെട്ട ആളുകളെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിനോട് കൂടെ കൂട്ടി പറഞ്ഞൊരു കാര്യം, ഒരു അപരാധവും ചെയ്യാത്ത പൂഞ്ഞാറുകാരായിട്ടുള്ള ഇടവക്കാരായിട്ടുള്ള ആളുകളുടെ മേൽ എന്തെങ്കിലും കള്ള ആരോപണങ്ങൾ ആരോപിച്ച് അവരുടെ മേൽ ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായാൽ ഒന്നടങ്കം അതിനെ എതിർക്കണമെന്ന വലിയ നിർബന്ധത്തോടെയുള്ള ആവശ്യവും ഇന്ന് ഇവിടെ ഉയർന്നു കേട്ടു. അതിന് പിന്നിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇത്രയും ഈ പറഞ്ഞ ഗുരുത്തക്കേടുകൾ കാണിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ കേസിൻ്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യാതൊരു തെറ്റും ചെയ്യാത്ത ആളുകളെ കൂടി അറസ്റ്റ് ചെയ്ത് അവരുടെ മേൽ കുറ്റം ആരോപിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു വിചിന്തനവും ഇതിൻ്റെ കൂട്ടത്തിൽ നടത്തുകയുണ്ടായി. അങ്ങനെ സംഭവിച്ചാൽ അതിനെ 100% എതിർക്കുവാൻ നമ്മൾ സജ്ജരായിരിക്കണം എന്നാണ് ഇവിടെ കൂടിയ ജാഗ്രതാ സമിതി ഇന്ന് ഇവിടെ ആവശ്യപ്പെട്ടത്. ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുകയും നമ്മൾ പോകേണ്ട വഴികളിൽ, പോകേണ്ട മാർഗത്തിൽ നമ്മുടെ ദൈവമാർഗം, ക്രിസ്തുമാർഗം വിടാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന കാര്യത്തിലും ഉറപ്പ് വരുത്തുകയും ഭാവി പരിപാടികളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുകയും വേണ്ട തീരുമാനങ്ങൾ ക്രിയാത്മകമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്തു.